ഗൾഫിൻ്റെ തകർച്ച അമേരിക്കയെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹായിക്കും. അതായത് ഗൾഫ് തകർന്നാലേ അമേരിക്കയ്ക്ക് ഗൾഫ് മേഖലയിൽ ഗ്രിപ്പ് പിടുത്തം ഉറപ്പിക്കാൻ പറ്റും. യുദ്ധം പടർന്നാൽ അമേരിക്കയ്ക്ക് ആയുധ കച്ചവടം അത് അവരുടെ പ്രധാനപ്പെട്ട മോട്ടീവാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും പറയാതെ ഏകപക്ഷീയമായിട്ട് ട്രംപ് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറാനെ ഭയന്ന് ട്രംപ് പിന്മാറി എന്നുള്ളതാണ്. ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർത്തു, അവരുടെ സൈനിക ആസ്ഥാനം തകർത്തു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഇറാന്റെ 31 കമാൻഡിംഗ് സെന്ററുകൾ, 31 പ്രവിശ്യകളിലെ 31 കമാൻഡിംഗ് സെന്ററുകൾ സജീവമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പോലെ. ഗൾഫ് യൂണിറ്റി എന്ന് പറയുന്നത് ട്രംപിന് ഇഷ്ടമുള്ള കാര്യമല്ല, ട്രംപ് അല്ല അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇത് അങ്ങനെ ഇറാന്റെ ഒരു വലിയൊരു പ്രഹരമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഏറ്റിരിക്കുന്നത്. കാരണം ഇറാനെ ഈ ഒരു യുദ്ധത്തിൽ ഒരിക്കലും അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് ഇപ്പോൾ ഇറാന്റെ ആ ഒരു പ്രഹരശേഷി എത്തിയിട്ടുണ്ട്. അതായത് ഇന്ന് വന്ന വാർത്തകളിൽ 21 ഇടങ്ങളിലാണ് ആ ഒരു മിസൈൽ മഴ പെയ്തത് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ആ ഒരു സംഭവം നടക്കില്ല. അതായത് ഇറാനെ പിടിച്ചെടുക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ എന്തായിരിക്കാം അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത്? ഈ അമേരിക്ക ഇറാൻ പറയുന്നത് പോലെ തന്നെ എല്ലാം ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സമാധാന കരാർ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരത്തില്ലേ ട്രംപിന്? അല്ല, ഇതിൽ ആദ്യം പ്രേക്ഷകരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ മറുപടി പറയുന്നതിന് മുമ്പ്. ഇത് നമ്മുടെ ന്യൂസ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു പുതിയ ചാനലാണ്. ദ ജേർണലിസ്റ്റിന്റെ സഹോദര സ്ഥാപനം തന്നെയാണ്. അപ്പോൾ ഇത് പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതൊരു സഹോദര സ്ഥാപനം എന്ന നിലയിൽ കുറെ കൂടി വിശദമായ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള ചർച്ചാ പരിപാടികളായിരിക്കും ഇത് കൂടുതലുണ്ടാവുക. അപ്പോൾ ഇതുവരെ ജേർണലിസ്റ്റിന് തന്ന പിന്തുണ പ്രേക്ഷകർ തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ വിഷയത്തിലേക്ക് വരാം. അപ്പം ഇന്ന് സംഭവിച്ചിരിക്കുന്ന സത്യം പറഞ്ഞാൽ രേഷ്മ, ഇസ്രായേലും അമേരിക്കയും സ്വപ്നത്തിൽ വിചാരിക്കാത്ത പ്രഹരമാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിർത്താതെയുള്ള പ്രഹരം. ഇത് രണ്ട് കാര്യങ്ങൾ നമുക്ക് ആദ്യമേ തന്നെ പറയാം. ഒന്ന്, ഇറാൻ അവസാനിക്കുന്നു എന്ന് പറഞ്ഞവർക്കുള്ള ചുട്ട മറുപടി തന്നെയാണ്. ഒപ്പം ഇറാൻ ഞങ്ങളുടെ വരുതിയിൽ നിൽക്കണം എന്നത് ഇനി ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് ഇന്നത്തോടെ മനസ്സിലായിട്ടുണ്ട്. അതിനൊപ്പം ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് വല്ലാത്ത ഭീതിയുണ്ട്. ഇപ്പൊ നോക്കുക, ഇറാൻ ആക്രമിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ചെറിയ സ്ഥലങ്ങളല്ല. ഒന്ന്, അമേരിക്കയുടെ 5ാം കപ്പൽപ്പട അതിൻ്റെ ആസ്ഥാനമാണ്, കൺട്രോൾ ആൻഡ് കമാൻഡിംഗ് സെന്റർ. ഇതൊരു ചെറിയ മേഖലയല്ല. അത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മിഡിൽ ഈസ്റ്റിലെ കമാൻഡിംഗ് സെന്ററാണ്. അതായത് അവിടെ നിന്നുള്ള കമാൻഡുകൾക്കനുസരിച്ചാണ് അമേരിക്കയുടെ നാവിക പടക്കപ്പലുകൾ USS എബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ഫോർഡ് എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക പല ഘട്ടങ്ങളിലായിട്ട് ഈ ഹോർമുസിന്റെ തീരത്തും ഒമാൻ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള പടക്കപ്പലുകളെ മുഴുവൻ കൺട്രോൾ ചെയ്യുകയും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇതിനെ ഡിപ്ലോയ് ചെയ്യേണ്ടതൊക്കെ ഈ പറയുന്ന കമാൻഡ് സെന്ററിൽ നിന്നാണ്. അതിന്റെ ആസ്ഥാനത്തേക്കാണ് ആക്രമണം നടത്തുന്നത് ഇറാൻ. അപ്പൊ അത് ചെറിയൊരു കാര്യമല്ല. അമേരിക്ക എന്ന് പറയുന്നത് ഒരു ലോകശക്തി, ഒരു സ്വയം പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആയുധവും ശേഖരവും ഒക്കെ നോക്കുന്നത് അവരൊരു വലിയ ശക്തിയാണ്. അവര് തന്നെ പലപ്പോഴും പറഞ്ഞിരിക്കുന്നു ഇറാൻ അവസാനിച്ചു, ഇറാന്റെ കയ്യിൽ മിസൈലുകളില്ല, ഇറാന്റെ ആണവശേഷിയില്ല, ഇറാൻ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നു, അവർക്ക് ലോഞ്ചിങ് പാഡുകളില്ല, അത് മുഴുവൻ ഞങ്ങൾ തകർത്തിരിക്കുന്നു, ഇറാന്റെ മിസൈൽ നഗരങ്ങൾ ഞങ്ങൾ തീർത്തിരിക്കുന്നു, ഇറാന്റെ ഭരണാധികാരികളെ മുഴുവൻ കൊലപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറാൻ ഒരു പ്രേത നഗരമാണ്, അവിടെ ഒന്നും ബാക്കിയില്ല. ഇറാന്റെ തന്ത്രപ്രധാനമായ നഗരങ്ങൾ മുഴുവൻ, സ്ഥലങ്ങൾ മുഴുവൻ കത്തിച്ചാമ്പലായി. അവിടെ ജനങ്ങൾക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, വൈദ്യുതിയില്ല, അവർക്ക് കച്ചവടം ചെയ്യാൻ ഇന്ധനമില്ല, പണമില്ല, ആഭ്യന്തര കലാപം രൂക്ഷം, യുദ്ധം ചെയ്യാൻ ആയുധങ്ങളില്ല. അങ്ങനെ ഒന്നുമില്ലാത്തൊരു പ്രേത നഗരം. നമ്മൾ ഈ സോംബി സിനിമകളിലൊക്കെ കാണുന്ന പോലെ പരിക്കേറ്റ് നടക്കുന്ന, ചോരപ്പുഴ ഒഴുകി കിടക്കുന്ന സ്ഥലത്തുകൂടി കുറെ ആളുകൾ തെക്ക് വടക്ക് നടക്കുന്നു. ഇതാണ് അമേരിക്കൻ മാധ്യമങ്ങളും ഇവിടുത്തെ കുറെ മിത്രങ്ങളും പ്രചരിപ്പിക്കുന്ന ഇറാന്റെ ചിത്രം. ഭയന്ന് വിറച്ച് പേടിച്ച് ഇസ്ലാമിക രാജ്യം, ഇസ്ലാമിക റിപ്പബ്ലിക് താഴെ പോകും. ഇതായിരുന്നു കാലങ്ങളായിട്ട് നടക്കുന്ന പ്രചാരണം. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അമേരിക്ക ഒരടി അടിച്ചാൽ അതിന് കണക്കായി 10 അടി തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോഴും ഇറാൻ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്, അവർ തെളിയിക്കുന്നത്. നോക്കുക, അമേരിക്ക ഇറാന്റെ 20 കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ദ്വീപുകൾ, അതുപോലെ ഡ്രോൺ കമാൻഡിംഗ് സെന്ററുകൾ പോലെയുള്ള പല തന്ത്രപ്രധാനമായ പ്രദേശങ്ങളും ആക്രമിച്ചു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അപ്പൊ ആ പറഞ്ഞ അവകാശവാദം വന്നതിന് തൊട്ടു പിന്നാലെ ഇറാൻ ശക്തമായ ആക്രമണം നടത്തുക. അതിപ്പോ ഈ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം,
അതുപോലെ ഈ ജോർദാനിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണം, കുവൈറ്റ്, UAE, അങ്ങനെ 4 or 5 രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ, അതും ഏതാണ്ട് 20-നും 25-നും ഇടയ്ക്കുള്ള അതായത് അമേരിക്ക എവിടെ എത്ര അടിക്കുന്നോ അതേപോലെ തിരിച്ചു അടിക്കുകയാണ്, അതും അതേ തീവ്രതയിൽ അടിക്കുകയാണ്. അതുപോലെ ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ച ഏതാണ്ട് 30ഓളം മിസൈലുകൾ ഇറാൻ തൊടുത്തു വിട്ടിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ മിസൈലുകൾ? അപ്പോൾ പറയുന്നത് എന്താണ്? ഇറാൻ തകർന്നു, ഇറാൻ തീർന്നു, ഇറാൻ ഇല്ലാതായി, ഇറാന് മിസൈൽ അയക്കാൻ കഴിയില്ല, ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് പാഡുകൾ തീർന്നു. ഇതൊക്കെ പറയുമ്പോഴും ഇറാൻ ശക്തമായിട്ട് ആക്രമിക്കുകയാണ്. അവര് മിസൈലുകൾ തൊടുത്തു വിടുന്നുണ്ട്, മിസൈൽ മഴ പെയ്യിക്കുകയാണ്. ഇവിടെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ, ഈ ആക്രമണം നടക്കുന്നിടത്തൊക്കെ ഒരു മിസൈൽ, ഒരു ഡ്രോണൊന്നും അല്ല, തുടർച്ചയായിട്ട് ഇറാന്റെ എപ്പോഴുമുള്ള ഒരു സ്റ്റൈൽ ഓഫ് അറ്റാക്ക് അതാണ്, തുടർച്ചയായിട്ട് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യായിരുന്നു അമേരിക്കയും ഇസ്രായേലും. ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിന്റെ തിക്തഫലമാണ് ഇവരിപ്പോൾ അനുഭവിക്കുന്നത്. യുദ്ധം തുടങ്ങുന്ന സമയത്ത് അമേരിക്കയും ഇസ്രായേലും കരുതിയത്, അല്ലെങ്കിൽ ട്രംപും നെതന്യാഹുവും കരുതിയത്, ഒരൊറ്റ ആക്രമണത്തിലൂടെ ഇറാനെ പിടിച്ചു കെട്ടാം, ഇറാനെ ഒരു തരത്തിലും തിരിച്ചടിക്കാൻ സാധ്യതയില്ല, ഇനി ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അതിവേഗം ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ അതിനെ പിടിച്ചു കെട്ടാൻ സാധിക്കും. ഇതൊക്കെയായിരുന്നു ഇവരുടെ ചിന്ത. പക്ഷെ അതൊക്കെ അസ്ഥാനത്തായി പോയി. ഇറാൻ ഒരു രക്ഷയുമില്ലാത്ത വിധത്തിൽ അടിയോടടിയാണ്. ഇത് ഇപ്പോഴും പറയുന്നത് അമേരിക്ക എന്താ ചെയ്ത്? ഇറാന് നേരെ ആക്രമണം നടത്തിയ ശേഷം അമേരിക്ക പറഞ്ഞു ഞങ്ങൾ യുദ്ധം നിർത്തുകയാണ്. ഈ അമേരിക്കയുടെ പ്രതിനിധികൾ, US കമാൻഡ് സെന്റർ, അവരാണ് ഔദ്യോഗികമായി പറയേണ്ടത്, കമാൻഡിങ് സെന്റർ പറഞ്ഞു ഞങ്ങൾ യുദ്ധം നിർത്തി. ഇറാൻ പറഞ്ഞു എന്നാ ഞങ്ങൾ തുടങ്ങി. തൊട്ട് പിന്നാലെ അടിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യുദ്ധമാണ്, വിഷമമാണ്, ആശങ്കയാണ്, ടെൻഷനാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ ഇമാതിരി കളി കാണുമ്പോൾ സത്യം പറഞ്ഞ് ചിലപ്പോൾ ചിരിച്ചു പോകും. അത്രയ്ക്കും മണ്ടത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ 30-31 തവണ, ഇന്നലെ ഒരു ഇന്റർനാഷണൽ ന്യൂസ് ഫീഡിൽ വന്നതാണ്, 31 തവണ യുദ്ധം നിർത്തിയെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഏതാണ്ട് അത്ര തന്നെ തവണ ഇറാൻ കീഴടങ്ങി, ഇറാന്റെ ശേഷി നഷ്ടപ്പെട്ടു, ഇറാൻ തിരിച്ചടിക്കില്ല, ഇറാന്റെ സകല കേന്ദ്രങ്ങളും ഞങ്ങൾ തകർത്തു എന്ന് ഇതേ ട്രംപ് അവകാശപ്പെട്ടു. നെതന്യാഹുവും ഏതാണ്ട് 10-ലധികം തവണ ഇതേ കാര്യം ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും റിയാലിറ്റി എന്താണ്? ഇറാൻ ഒരു രക്ഷയുമില്ല. അതാണ് സംഭവം. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ യുദ്ധത്തിന്റെ ഭാവി എന്ന് പറയുന്നത്, രേഷ്മ ചോദിച്ചതുപോലെ ഈ യുദ്ധത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഇറാൻ തന്നെയായിരിക്കും. അതിൽ ഒരു കാലത്തും ഒരു മാറ്റവും വരില്ല. ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു, അമേരിക്ക അംഗീകരിക്കുകയാണ് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇറാൻ ഓക്കെ നമുക്ക് യുദ്ധം നിർത്താമെന്ന് പറയും. ഇനി ഇറാനിലേക്ക് ആക്രമണം നടത്തുന്ന അനുസരിച്ച് ഇറാൻ ഒരുപക്ഷെ വീണ്ടും യുദ്ധം ചെയ്യാൻ സാധ്യതയില്ലേ? ഇന്നലെ വൈകിട്ട് ഇസ്രായേല് ഇറാനോട് പറഞ്ഞു, അല്ലെങ്കിൽ ലോകത്തോട് പറഞ്ഞു, ലെബനനിലേക്ക് ഇനി യുദ്ധം ഉണ്ടാകില്ല എന്ന്. അങ്ങനെ ഇസ്രായേൽ പത്തി മടക്കി. കാരണം ഇനിയും ലെബനനിലേക്ക് ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കും. ഇറാൻ ശക്തമായിട്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തും. ഇസ്രായേലിന്റെ ഫിസിക്കൽ അസറ്റുകൾ, തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഒക്കെ തകർക്കപ്പെടും. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിൽ ഇന്ന് വരെ, അല്ലെങ്കിൽ നെതന്യാഹുവാണ് ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്നിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ ഭരണ കാലയളവിൽ ഇതുവരെ ഇതുപോലൊരു തിരിച്ചടി നിരന്തരമായി കിട്ടിയിട്ടില്ല. അപ്പൊ പലസ്തീൻ ആണെങ്കിൽ പാവങ്ങളുടെ നെഞ്ചത്ത് പോകുമ്പോഴ ഇത് ജയിച്ചെന്ന് പറഞ്ഞ് തുള്ളിച്ചാടുക, ഇതായിരുന്നു ഇവരുടെ സ്ഥിരം പരിപാടി. പക്ഷെ അതേ കളി ഇറാന്റെ അടുത്തെടുത്തപ്പോൾ ഇവർ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ലെബനനെ ആക്രമിച്ചാൽ ഇറാൻ അടിക്കും എന്നുള്ളത് ബോധ്യപ്പെട്ടു. കാരണം ഇത്രയും കാലം ലെബനനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ തിരിച്ചടി ലെബനനിൽ നിന്ന് മാത്രമായിരുന്നു. വടക്കൻ ഇസ്രായേലിലേക്ക് കുറെ ഒരു പരസ്യ യുദ്ധം. എന്നാലും ഹിസ്ബുള്ളയാണ് ആക്രമിക്കുന്നത്. ഇറാന്റെ അത്രയും കരുത്തില്ല, ഇറാന്റെ കുഞ്ഞാണ് ഹിസ്ബുള്ള. അപ്പൊ ഇത്രയും കാലം നെതന്യാഹു വിചാരിച്ചു ഇറാൻ നേരിട്ട് അടിക്കില്ല. പക്ഷെ ഇറാൻ കഴിഞ്ഞ ദിവസം അടിച്ചതോടുകൂടി നെതന്യാഹുവിന് കാര്യം മനസ്സിലായി, ഇനി കളിച്ച കളി മാറും. അങ്ങനെയാണ് പൊടുന്നനെ ഞങ്ങൾ യുദ്ധം നിർത്താം എന്ന നിലയിലേക്ക് ഇസ്രായേൽ ഒരു തീരുമാനത്തിലേക്ക്. ഇത് ഈ ഇസ്രായേലിലേക്ക് ഈ ഒരു മിസൈൽ മഴ തന്നെ നടത്തിയപ്പോൾ ട്രംപ് പറഞ്ഞത് ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, എന്റെ അനുവാദം കൂടാതെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നെതന്യാഹുവിനോട് ഈ ട്രംപ് പറയുകയാണ്. ഇതിനിടയിലാണ് ഈ US-ന്റെ ഈ ഒരു അപ്പാച്ചി കോപ്റ്റർ തകർന്നു എന്നുള്ള വാർത്ത വന്നതും പിന്നീട് അത് ട്രംപ് സ്ഥിരീകരിക്കുന്നതും അതിന് തിരിച്ചടിയായിട്ട് ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതും. അതെ, അതിനുശേഷമാണ് പിന്നീട് ഇറാന്റെ ഭാഗത്തുനിന്ന് ഈ US-ലേക്ക് 21 ആക്രമണങ്ങൾ നടക്കുന്നത്. ഇതിനിടയിൽ ഈ ട്രംപ് പറയുന്ന ഒരു കാര്യമുണ്ട്,
പറയുന്നുണ്ട്, അതായത് ഈ ഇസ്രയേലിനോടും പറയുന്നുണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഒരു ഹെലികോപ്റ്റർ തകർന്നു എന്ന് പറഞ്ഞിട്ട് ഈ അമേരിക്ക വീണ്ടും ഇറാനിലേക്ക് യുദ്ധം നടത്തിയത് അതിനുവേണ്ടി മാത്രമാണോ? അല്ലെങ്കിൽ ഈ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതെന്തിനായിരുന്നു? ഗൾഫിന്റെ തകർച്ച അമേരിക്കയെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹായിക്കും. അതായത് ഗൾഫ് തകർന്നാലേ അമേരിക്കയ്ക്ക് ഗൾഫ് മേഖലയിൽ ഗ്രിപ്പ്, പിടുത്തം ഉറപ്പിക്കാൻ പറ്റും. ഇറാഖ് യുദ്ധകാലത്തായാലും അഫ്ഗാൻ അധിനിവേശ സമയത്തായാലും ഈ ഗൾഫ് രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുക, ഗൾഫ് മേഖലയിൽ അശാന്തി കൊണ്ടുവരിക. ഇതിനു മുമ്പ് കുവൈറ്റ് വാർ, ഇറാഖ് വാർ, ഇതൊക്കെ ഉണ്ടായിട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ഗൾഫ് യൂണിറ്റി എന്ന് പറയുന്നത് ട്രംപിന് ഇഷ്ടമുള്ള കാര്യമല്ല. ട്രംപ് അല്ല, അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇപ്പോൾ ട്രംപിനെ ഉദ്ദേശിച്ചാണ്. അതായത് ഇവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊരു പ്രശ്നം, അല്ലെങ്കിൽ ഗൾഫിലൊരു അശാന്തി, ഗൾഫിലൊരു യുദ്ധം, ഇതൊക്കെ വരുമ്പോൾ കുറേ കാര്യങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ട്. ഒന്ന്, ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അമേരിക്ക ഒന്നിനെ സഹായിക്കും, മറ്റുള്ളവർക്കെതിരെ നീങ്ങാൻ പറയും, ഒക്കെ ചെയ്യും. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് സമാധാനം ഉണ്ടാക്കാം, അവരെ സംരക്ഷിക്കാമെന്ന് പറയും. എങ്ങനെയായാലും യുദ്ധം പടർന്നാൽ അമേരിക്കയ്ക്ക് ആയുധ കച്ചവടം, അത് അവരുടെ പ്രധാനപ്പെട്ട മോട്ടീവാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചും ആയുധ കച്ചവടം എന്നുള്ളത്, ഇസ്രായേലിലും ആയുധ കമ്പനികൾ ഉണ്ട്, അല്ലെങ്കിൽ ആയുധ വ്യവസായം ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. അപ്പം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ വലിയ നേട്ടം, അല്ലെങ്കിൽ ഇനി നമ്മൾ ഈ പറയുന്ന ജർമ്മനി, ഫ്രാൻസ് അടക്കമുള്ള സകല നാറ്റോ രാജ്യങ്ങൾക്കും ആയുധ വിപണി എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഇൻകം സോഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു നിൽക്കുക, ഗൾഫ് മേഖല പ്രതിസന്ധിയിൽ പോകും. ഗൾഫിനെ സംബന്ധിച്ച്, അവിടുത്തെ ഭരണാധികാരികളെ സംബന്ധിച്ച് അവരുടെ ജനങ്ങളുടെ സുരക്ഷിതത്വം, അവരുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അതിനുവേണ്ടി എത്ര തുക ചെലവഴിക്കാനും അത്യാവശ്യം ചില വിട്ടുവീഴ്ചകൾ നടത്താനും ഒക്കെ അവർ ശ്രമിക്കും. അപ്പം അതുകൊണ്ട് തന്നെ യുദ്ധം എപ്പോഴും ഈ യുദ്ധഭീതി ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രത്യാക്രമണങ്ങൾ എന്ന് വരുമ്പോൾ അവിടെ യുദ്ധത്തിനുള്ള സാഹചര്യം കൂടുന്നു, അല്ലെങ്കിൽ പ്രതിരോധത്തിന് വേണ്ടി ഈ ഗൾഫ് രാജ്യങ്ങൾ കൂടുതലായി പണം ഒഴുക്കും. അത് അമേരിക്കയ്ക്ക് ഒരു സാമ്പത്തിക നേട്ടമാണ്. രണ്ട്, ഈ ഗൾഫ് രാജ്യങ്ങളുടെ മേലുള്ള ഒരു അധീശത്വം, അതായത് ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷകർ, ഞങ്ങൾ നിങ്ങൾക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകാം, ഇറാനിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ ചെയ്തുകൊണ്ട് ഒരു രക്ഷകനായിട്ട് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്ക അവതരിക്കും. സത്യം പറഞ്ഞാൽ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് അമേരിക്കയാണ്. പശ്ചിമേഷ്യ മനസമാധാനമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. ഇറാൻ ഗൾഫ് രാജ്യങ്ങളുമായി ഒരു പ്രശ്നവുമില്ലാതെ ഇറാൻ അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കി നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഘട്ടത്തിലാണ് യുദ്ധമെന്ന് പറഞ്ഞ് കണ്ട കുഴപ്പം മുഴുവൻ അമേരിക്ക ഉണ്ടാക്കിയത്. ഇറാൻ അപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ഇതൊരു മേഖലാ യുദ്ധമായി മാറും, സകലയിടത്തും ആക്രമണങ്ങൾ ഉണ്ടാകും, ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും എന്നൊക്കെ പല ഘട്ടങ്ങളിൽ ഇറാൻ പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം എന്ന് പറയുന്നത് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്, പ്രവചിച്ചിട്ടുള്ളതാണ്, ഇങ്ങനെയാണ് സംഭവിക്കുക എന്ന് ഗൾഫ് രാജ്യങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ പണിയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലെങ്കിൽ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ചതി ചെയ്തു എന്നോ ഈ ഇറാൻ വഞ്ചന കാണിച്ചു എന്നോ ഇതിൽ പറയാൻ കഴിയില്ല. ഇവിടെ പണി പറ്റിച്ചത് അമേരിക്കയാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത് ഗൾഫ് രാജ്യങ്ങളുടെ മേലുള്ള അധീശത്വം, നിയന്ത്രണം, യുദ്ധവിപണി, ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതിൻ്റെ അകത്ത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് തങ്ങൾക്ക് വിജയം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ട്രംപിന് വിജയം പ്രഖ്യാപിക്കണം. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും പറയാതെ ഏകപക്ഷീയമായിട്ട് ട്രംപ് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറാനെ ഭയന്ന് ട്രംപ് പിന്മാറി എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ ഇറാന്റെ ആണവശേഷി തകർന്നു എന്ന് ട്രംപ് പറയുമ്പോൾ തന്നെ ഇറാൻ ആണവ പരീക്ഷണം നടത്തുന്നു, സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് അവർ വെളിപ്പെടുത്തുന്നു. കുറച്ചുകൂടി ആണവ ആയുധത്തിലേക്ക് കടക്കാൻ കുറച്ചും കൂടിയുള്ളൂ. അതുപോലെ തന്നെ ഇറാന്റെ ആണവ പ്ലാന്റുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. പണ്ട് B-2B സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വിക്ഷേപിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ്. ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പിന്നീട് ലോകം അറിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന അമേരിക്കയുടെ പടക്കപ്പലുകൾ ഒമാൻ ഉൾക്കടൽ വഴി ഹോർമുസിലേക്ക് പോയിരുന്ന പടക്കപ്പലുകൾ തിരിച്ചുപോയി. അതെന്തുകൊണ്ടാണ്? ഇപ്പൊ എത്ര കപ്പലുകൾ വന്നു, ജെറാൾഡ് ഫോർഡ്, മറ്റേ ഈ പറയുന്ന എബ്രഹാം ലിങ്കൺ, അങ്ങനെ പല കപ്പലുകളും വന്നു. ഈ കപ്പലുകളൊക്കെ വന്നപ്പോൾ ട്രംപ് പറഞ്ഞത് ഹോർമുസ് കടലിടുക്ക് വഴി ഇപ്പൊ ഞങ്ങള് മറ്റേ വാണിജ്യ കപ്പലുകൾ കടത്തിവിടും, ഇറാൻ ഇപ്പൊ തീരും, ഞങ്ങൾ സംരക്ഷണം ഒരുക്കുന്ന ഒരു സംരക്ഷണം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെയും ഇറാന്റെ കരുത്താണ് തെളിഞ്ഞു കാണുന്നത്. അതുപോലെ തന്നെ ഇറാൻ ഞങ്ങൾ പറയുന്ന കരാറിൽ ഇറാൻ ഒപ്പിടുമെന്ന് പലതവണ ട്രംപ് പറഞ്ഞു, പക്ഷേ ഇറാൻ ഒപ്പിട്ടില്ല. അവിടെയും ഇറാന്റെ ആത്മാഭിമാനവും കരുത്തുമാണ് പ്രകടമാകുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ 48 ഭരണാധികാരികളാണ് ഒറ്റയടിക്ക് കൊല്ലപ്പെടുന്നത്. ആയത്തുള്ള അലി ഖാംനി എന്ന പരമോന്നത നേതാവ് 48 തന്ത്രപ്രധാനമായ തസ്തികകളിൽ ഇരിക്കുന്ന ആളുകൾ, അവരാണ് കൊല്ലപ്പെട്ടത്.
എന്നിട്ടും ഇറാൻ ഒരു കുഴപ്പമില്ല. അവർ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഫിസിക്കൽ ഡാമേജ് ഉണ്ട്, പക്ഷെ അവരുടെ ഈ പ്രതിരോധം, പ്രത്യാക്രമണം അത് അവസാനിക്കുന്നില്ല. അത് കൃത്യമായി നടക്കുന്നുണ്ട്. IRGCയുടെ പല തലവന്മാരും പല കമാൻഡർമാരും കൊല്ലപ്പെട്ടു, എന്നിട്ടും IRGC അടങ്ങിയിരിക്കുന്നില്ല. അതുപോലെ തന്നെ നോക്കുക, ഈ ഭൂഗർഭ അറകൾ തകർത്തു, മിസൈൽ നഗരങ്ങൾ തകർത്തു എന്ന് അമേരിക്ക പറഞ്ഞു. മിസൈൽ നഗരങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതം CNN റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർത്തു, അവരുടെ സൈനിക ആസ്ഥാനം തകർത്തു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഇറാന്റെ 31 കമാൻഡിംഗ് സെന്ററുകൾ, 31 പ്രവിശ്യകളിലെ 31 കമാൻഡിംഗ് സെന്ററുകൾ സജീവമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പൊ അതായത് അമേരിക്ക ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ഇറാൻ തകർന്നു എന്ന് നുണ പറയുകയും ചെയ്തത് ഇതാ ഇപ്പൊ അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്.